ഇപ്പോൾ എല്ലാവർക്കും അയ്യപ്പന വേണം. നേരത്തെ അയ്യപ്പന വേണ്ട, അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംഘടനകൾ എല്ലാവരും കൂടെ ചേർന്ന് ശബരിമല നല്ല രീതിയിൽ കൊണ്ടുപോകണം, സർക്കാർ കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നത്. അയ്യപ്പ സേവാ സംഘം ഒരു മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ധാരണയിലാണ് ഇത് വരുന്നതെന്നാണ് എൻ്റെ ഉദ്ദേശം. അത് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നപ്പോൾ കുറേ പെണ്ണുങ്ങളും മോശമായ ഡ്രസ്സുകൾ ഇട്ടും കൂടെ ഡാൻസ് ചെയ്തതായിട്ട് എല്ലാവരും ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയാലല്ലേ അത് അങ്ങനെയൊക്കെ അറിയാം. ഇപ്പോൾ സംഗമങ്ങളുടെ ഒരു പൂര ഘോഷയാത്രയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം, ശബരിമല സംരക്ഷണ സംഗമം എന്നൊക്കെ പറഞ്ഞ് വിവിധ പാർട്ടിക്കാർ അവരവരുടേതായ രീതിയിൽ ഓരോന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പനെ പിടിച്ചിട്ടാണ് ഇപ്പോഴത്തെ പാർട്ടിക്കാരുടെ ഓരോ പാർട്ടി പ്രവർത്തനങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതൊക്കെ പാർട്ടിക്കാർ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അതായത് എന്തൊക്കെ സംഗമങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളതെന്ന് നമുക്കിനി നേരിട്ട് തന്നെ അറിയാം. മാത്രമല്ല ഈ സംഗമങ്ങളൊക്കെ ശബരിമല സംരക്ഷിക്കാനും അല്ലെങ്കിൽ വികസനത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ സാധാരണക്കാരും ഒപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാധാരണക്കാരോട് തന്നെ ഇതിനുള്ള ചോദ്യം ചോദിച്ച് മറുപടി കണ്ടെത്താം. ആഗോള അയ്യപ്പ സംഗമം, പിന്നെ സംരക്ഷണ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഇത് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സംഗമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ അറിയാം. ശബരിമല പ്രശ്നം വന്നിട്ട് ഇപ്പൊ രാഷ്ട്രീയമായിട്ട് എല്ലാവരും ഓരോ സംഘടനയായിട്ട് ഓരോ സംഗമം നടത്തി. അതാ പറയുന്നത്, ഇപ്പൊ എവിടെ തിരിഞ്ഞിരുന്നാലും സംഗമം. എല്ലാവർക്കും അയ്യപ്പന മതി എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവർക്കും അയ്യപ്പന വേണം. നേരത്തെ അയ്യപ്പന വേണ്ട, അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന് അതേ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴേ അയ്യപ്പ സംഘം ഒന്നും പറഞ്ഞ് അതിന്റെ പേരിൽ നടക്കുന്നത്. അപ്പൊ ഇത് സാധാരണക്കാരോട് കാണിക്കുന്നത് എന്താണ്? സാധാരണക്കാരനെ ഹിന്ദുക്കളോട് കാണിക്കുന്ന നീതികേട്. ഇപ്പോൾ SNDPയും NSSും അവർക്കൊപ്പമാണ്. ഇതേ NSS ആണ് മുൻപ് നാമജപമൊക്കെ ആയിട്ട് ഇതിന് ഒരുപാട് പ്രതിഷേധമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്. ഈ NSS ഇപ്പോൾ ഇവരോട് അതായത് സർക്കാരിനോടൊപ്പം കൂടിയത് BJPക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനും ദോഷം ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഇപ്പം രാഷ്ട്രീയപരമായിട്ടല്ല, നമ്മളെ ഹിന്ദുക്കൾക്ക് അതൊരു ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ മുമ്പേ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് NSSും SNDP എല്ലാവരും എതിർത്തതാണ്. ഇപ്പൊ അവര് വേറെ രീതിയിൽ വന്നപ്പോഴത്തേക്ക് അവരുടെ കൂടെ ചേർന്നത് ശരിയായ നടപടിയല്ലെന്നാണ്. അല്ല, ഇത് സാധാരണക്കാരോട് കാണിക്കുന്ന അനീതിയല്ലേ ഇത് എല്ലാവരും? കാരണം ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെയാണ് ഇപ്പൊ തകർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹിന്ദുക്കളെയാണല്ലോ പിടിച്ചിരിക്കുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളെയാണ് പിടിച്ചിരിക്കുന്നത്. അതെ, അല്ല ബാക്കിയുള്ളവരെ ഒന്നും ആർക്കും തൊടാനും പോലും പറ്റത്തില്ല. അല്ല ഹിന്ദുക്കളെ ആ രീതിയിൽ താറടിച്ച് കാണിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പൊ എല്ലാരും ഇപ്പൊ സർക്കാരിന്റെ ഒപ്പം അല്ലേ? സർക്കാരിൻ്റെ ഒപ്പം എല്ലാവരും ആവില്ല. പൊതുജനങ്ങൾ എല്ലാവരും സർക്കാരിൻ്റെ ഒപ്പം നിൽക്കത്തില്ല. ഇപ്പൊ രണ്ടാമത് നടത്തിയ ശബരിമല സംഗമം അതായിരുന്നു വിജയം എന്നാണ് പറയുന്നത് അല്ലേ? അതായത് വിജയം നല്ല കാര്യമാണ്. അല്ല, സർക്കാർ നടത്തിയത് അയ്യപ്പ ആഗോള സംഗമം എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടുണ്ട്. ഇതേ സർക്കാർ തന്നെയാണ് മുൻപ് ശബരിമല വിഷയമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അതിനെക്കുറിച്ച് അല്ല, അതിപ്പം ആ ഒരു എന്താ പറയുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു ആവശ്യമായ ഒരു കാര്യമാണ് ഇത് ഇങ്ങനത്തെ ഒരു സംഗമം എന്ന് പറയുന്നത്. അത് എന്തായിട്ടാണ് സാധാരണക്കാരനായ ചേട്ടൻ എന്താണ് അത് ഫീൽ ചെയ്തത്? അതിൽ നിന്നും സാധാരണക്കാരൻ ഫീൽ എന്ന് വെച്ചാൽ അല്ല, സർക്കാർ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതിലൂടെ അവിടെ ഒരു സംരക്ഷണം നടക്കുന്നതാണോ? ഒരു സംരക്ഷണം കൊടുക്കുന്നു, പിന്നെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നു സാധാരണ ജനങ്ങൾക്ക്. അത് എനിക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അയ്യപ്പൻ്റെതല്ലേ, അതുകൊണ്ട് അയ്യപ്പൻ്റെതായതുകൊണ്ട് നല്ലതല്ലേ അത് ഒന്ന്. പിന്നെ ഈ വേണ്ടാത്ത അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യപ്പൻ അതായത് ശബരിമല സംരക്ഷിക്കാനും നേട്ടം വികസനമൊക്കെ ആണെങ്കിൽ നല്ലതാണ്. നല്ലത് തന്നെയല്ലോ, വികസിക്കുന്നത് നല്ലത് തന്നെയല്ലോ. അയ്യപ്പൻ പിന്നെ എല്ലാവർക്കും ഭക്തർക്ക് എല്ലാവർക്കും നല്ലത് കിട്ടണമെന്നുള്ള ഭക്തരുടെ വിശ്വാസങ്ങളെ നശിപ്പിക്കാതെ നല്ലത് കിട്ടണം അവർക്ക്. നല്ലത് വരികയാണെങ്കിൽ സർക്കാരിനൊപ്പം തന്നെയാണ്. സംഗമങ്ങളങ്ങനെ എനിക്കത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ തന്നെ പെണ്ണുങ്ങളെ കയറ്റിയ അവിടെ തന്നെയാണ് പ്രശ്നം നടത്തിയത്. അതുകൊണ്ട് പക്ഷേ ഇതിനെതിരെ ഒരുപാട് സംസാരിക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത NSS ഇപ്പൊ ഇവരുടെ ഒപ്പമാണ്. അപ്പൊ അതെ, അപ്പൊ ഇത് BJPക്കും കോൺഗ്രസിനും ദോഷം ചെയ്യുമോ എന്നുള്ളതാണ്. BJPക്ക് ദോഷം ചെയ്യാനൊന്നുമില്ല, പക്ഷേ ജനങ്ങളൊരു ഇത് മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റും. കുറച്ച് എന്താ പറയുക, കോടതിയുടെ കിടക്കുകയല്ലേ, കോടതി എടുക്കും സർക്കാരിൻ്റെ അതിൻ്റെ രീതിക്ക് സർക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇപ്പം നമ്മുടെ ഈ സർക്കാർ ചെയ്യുന്നത് ഏത് ഇതിൽ നോക്കിയാലും അതൊരു സപ്പോർട്ട് ചെയ്തതിനെ മറ്റുള്ളവർ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളുടെ പ്രശ്നം ശബരിമല വർഷങ്ങൾ കൊണ്ട് സ്ത്രീകളുടെ ഒരു ഇത് കിടക്കുകയാണ്. അതിപ്പം പാടില്ല എന്നുള്ളത് ഒരു ഇതാണ്. അത് മറ്റ് സംഘടനകൾ എല്ലാവരും കൂടെ ചേർന്ന് ശബരിമല നല്ല രീതിയിൽ കൊണ്ടുപോകണം, സർക്കാർ കൊണ്ടുപോകണം
ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ NSSും SNDPയും സർക്കാരിനൊപ്പമാണ്. ഇത് BJPക്കും കോൺഗ്രസിനും ദോഷം ചെയ്യുമോ എന്നുള്ളതാണ്. NSS നേരത്തെ നിലപാട് BJPയിലോട്ടായിരുന്നു. അതെ, NSS കുമാരൻ നേരത്തെ ആയിരുന്നു. അപ്പോൾ അവർ ആ തെറ്റ് തിരുത്തി ഇതിലോട്ട് വരുന്നെങ്കിൽ അത് അവർക്ക് തന്നെ അത് ബോധ്യമായി കാണുന്നത്. ശബരിമലയും മറ്റ് വികസനത്തിൻ്റെതും എല്ലാം അത് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടാണല്ലോ അവർ തിരിച്ചിങ്ങോട്ട് വരുന്നത്. നേരത്തെ ഇതിന് സർക്കാരിന് എതിരായിരുന്നു. അതെ, നാമജപമൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. NSS ആയാലും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ അവരെല്ലാം തിരുത്തി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ആ ഒരു നിലപാടാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായമായ കാര്യമാണല്ലോ അവർ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അത് ചിലപ്പോൾ അത് നല്ല കാര്യമാണ്. സർക്കാരിൻ്റെ ഇതിൽ നല്ല കാര്യമാണ്. സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന കാര്യം നല്ല വികസനം, നല്ലൊരു വികസനമാണ്. കാര്യം ഇതുവരെ ഇല്ലാത്ത സംഭവമാണ്. ഈ 9 വർഷം 10 വർഷം പൂർത്തിയാവും. ഈ 10 വർഷം കൊണ്ട് വരണമെങ്കിൽ ഇവരൊക്കെ പോയവർ തിരിച്ചു വരണമെങ്കിൽ അവർക്ക് സ്വയം തോന്നിയതാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല കാര്യം നടക്കണമെന്നാണല്ലോ അവർ തിരിച്ചു വരണം. അതുകൊണ്ട് അത് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നല്ല കാര്യമില്ലേ? അല്ല, ഇപ്പോ ഇതിൽ വിശ്വാസമില്ലാത്ത സർക്കാരൊക്കെയാണ്. വിശ്വാസക്കേടുമല്ലോ. ആ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് അയ്യപ്പ സേവാ സംഘം എന്ന് വെച്ചാൽ ഒരു മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ധാരണയിലാണ് ഇത് വരുന്നതെന്നാണ് എൻ്റെ ഉദ്ദേശം. ഇത് രണ്ടെണ്ണമുണ്ട്. ആഗോള അയ്യപ്പ സംഗമം, സർക്കാരും ദേവസ്വം ബോർഡും, ശബരിമല സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് BJP. ഇതിൽ ഏതാണ് ചേട്ടൻ പറയുന്നത് നല്ലതാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സർക്കാർ ഒരിക്കൽ അവിടെ സ്ത്രീകളെ കയറ്റാനൊക്കെ നോക്കി ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കിയതാണ്. കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ മീഡിയേറ്ററാണ്, എന്നാലും ഞാൻ പറയുകയാണ്. സ്ത്രീകളെ കയറ്റുക എന്ന് പറഞ്ഞത് കേരള സർക്കാരല്ല പറഞ്ഞത്. കേന്ദ്ര സർക്കാർ അന്ന് BJPക്കാർ വരെ ഉൾപ്പെടെ കൈയടിച്ച് പാസ്സാക്കിയ സംഭവമാണ്. ഈ അയ്യപ്പ സേവാ സംഘത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു മുസ്ലിമാണ് എന്നാലും പറയുന്നത്. കാരണം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ സ്ത്രീകൾ അവിടെ പ്രവേശിക്കില്ല. അപ്പോൾ അതേ സർക്കാരാണ് ഇപ്പം അതിലൊരു കാര്യം പറയണത്. ഇന്നത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ അയ്യപ്പ സേവാ സംഘം ഇതിൽ ഇപ്പോൾ 2 വിഭാഗത്തിൽ വരുമ്പോൾ ഒന്നിന് വർഗീയം വരുന്നത്, ഒന്നിന് സൗഹാർദ്ദവും വരുന്നുണ്ട്. അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പറയുന്നത് ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. നമുക്കല്ല അതല്ല ആവശ്യം. ഒരു മതസൗഹാർദ്ദം വേണ്ട. തീർച്ചയായും അതെ. അതാണ് ഞാനെന്ന വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഞാനൊരു അതർ കാസ്റ്റിലുള്ളതാണ്. ഞാൻ എന്നാൽ ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ ഒരു കോവിലിലോ പുറത്ത് ഞാൻ പോകാറ്. പക്ഷെ വിശ്വാസം അത് ഓരോ വ്യക്തികൾക്കും വിശ്വാസം. ഇപ്പം വെള്ളയാണി ദേവി ക്ഷേത്രം ഇരിക്കുന്നത്. അതെ, എൻ്റെ നടയിൽ വെച്ചാണ് അവർ നിറവറ ഒരുക്കുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ളത്. എൻ്റെ വീട്ടിനകത്ത് അന്ന് അവർ ഈ വെള്ളം വിരിച്ചു കഴിഞ്ഞാൽ മീൻ ഉപയോഗിക്കാൻ പാടില്ല. മീന് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നമ്മളത് ഉപയോഗിക്കില്ല. കാരണം എന്താണെന്നോ, അവരുടെ വിശ്വാസത്തിൽ കൂടെ എൻ്റെ വീട് നടയിലാണ് ഇത് ഒരുക്കുന്നത്. തീർച്ചയായും. അപ്പം നമ്മൾ അതിനോട് സഹകരിച്ചു പോകുന്നു. അതാണ് ഞാൻ പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ. തീർച്ചയായും ചേട്ടൻ്റെ ഈ കാഴ്ചപ്പാട് എല്ലാവർക്കും ഒരു നല്ല അതാണ് വേണ്ടത്. സമൂഹം എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് വേണ്ടത്. തീർച്ചയായും. പക്ഷെ അതൊന്നും സമൂഹം ഒരിക്കലും കാട്ടുന്നില്ല. കാരണം ഇവിടെ ഏത് രാഷ്ട്രീയക്കാരനെടുത്താൽ, ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നാലും പറയണം, ഏത് രാഷ്ട്രീയക്കാരനെടുത്താലും അവൻ്റെ വള്ള വീർക്കുക. ഇതാണ് തീർച്ചയായും. വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. മതസൗഹാർദ്ദം പറയുന്ന ഇപ്പം ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇവിടെ എല്ലാ മതക്കാരും താമസിക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ. നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രമാണ് വലിയ ഒരു വർഗീയ രീതിയിൽ കൂടുതൽ ചിന്തിക്കാതെ പോകുന്നത്. അത് വിദ്യാസമ്പന്നരുള്ള ഒരു ഇതായതിനെ കൊണ്ട് മാത്രമാണ് പോകുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സൗഹാർദ്ദം മനുഷ്യനാവശ്യം. നല്ലതാ കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടാ, അതുപോലെ SNDP സമദൂരം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അയ്യപ്പ സേവ ഇതിൻ്റെ അറിയാലോ, സ്ത്രീ വിഷയമായിട്ട് നടന്നപ്പോഴത്തേക്ക് നാമജപമൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. അതേ NSSും SNDPയും ഒക്കെ ഇപ്പോൾ സർക്കാരിനൊപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് BJPക്ക് ദോഷം ചെയ്യില്ല എന്നുള്ളതാണ്. അവരിപ്പോൾ രണ്ട് മതക്കാരും നിൽക്കുന്നത് വെച്ചാൽ മതസൗഹാർദ്ദം ആഗ്രഹിച്ചുകൊണ്ടാണ്. മതസൗഹാർദ്ദം ആഗ്രഹിച്ചുകൊണ്ടാണ് സർക്കാരിനോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലതാണെന്നുള്ളതാണ്. നല്ല കാര്യമാണ്. മതസൗഹാർദ്ദം നിലനിർന്ന് പോകണമെന്നാണ് ഈ കേരളത്തിൽ നമ്മുടെ എല്ലാവരും ആവശ്യം. തീർച്ചയായും. ഓക്കെ, രണ്ടിനെ പറ്റി അഭിപ്രായം. രണ്ടാമത്തെ പക്ക രാഷ്ട്രീയമല്ലേ, പന്തളം നടന്ന പക്ക രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൻ്റെതാണ് നടന്നേക്കുന്നത്. പക്ഷെ അത് വിജയമെന്നാണ് പറയുന്നത്. അത് പറയണ കാര്യമില്ല. അവിടെ നടന്നത് പിന്നെ ശബരിമല നടന്നത് പിന്നെ ദേവസ്വം ബോർഡ് നടത്തിയതല്ലേ. അതെ, ആഗോള അയ്യപ്പ സംഗമം അത് നല്ലതെന്നാണോ പറയുന്നത്? എന്താവട്ടെ, അതിനെതിരെ സുപ്രീം കോടതി വരെ കേസ് പോയതല്ലേ, സുപ്രീം കോടതി വരെ അനുവാദം കൊടുത്തതല്ലേ. പക്ഷേ ഇതേ സർക്കാർ തന്നെയാണ് മുൻപ് വിഷയങ്ങൾക്ക് തുടക്കം. തെറ്റുകൾ തിരുത്താറില്ല. തെറ്റുകൾ തിരുത്താം. അന്ന് നാമജപമൊക്കെ ആയിട്ട് കൂടെ നടന്ന NSSും SNDPയും ആണ് ഇപ്പോൾ സർക്കാരിനൊപ്പം കൂടിയിരിക്കുന്നത്. അപ്പോൾ തെറ്റ് തിരുത്തിയല്ലേ. അത് കോടതി വിധിയല്ലേ. അതെ, കോടതി വിധി ഇന്ന് നിലനിൽക്കുകയല്ലേ. പക്ഷേ അതിന് എന്നോട് അഭിപ്രായം കേട്ടാൽ കോടതി വിധി നടപ്പിലാക്കാൻ സ്വല്പം സ്പീഡ് കൂടിപ്പോയി, അതേ ഉള്ളൂ. അല്ല, സർക്കാർ അതിനെതിരെ സർക്കാർ അപ്പീലിനെല്ലാം പോകണമായിരുന്നു, റിവിഷൻ പെറ്റീഷൻ കൊടുക്കണമായിരുന്നു.
അല്ലാതെ വിശ്വാസികളോടുള്ള വേറെ എനിക്കിത് സ്ത്രീകളെ കയറ്റുന്നതോട് എതിർപ്പൊന്നും ഉള്ളവനല്ല. ഇല്ല. അല്ല, ഇത് കാലാകാലമായി വർഷങ്ങളായിട്ട് സ്ത്രീകൾ കയറാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾക്ക് അതിനെതിരെ പണ്ട് കുമ്മനം രാജശേഖരൻ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അവിടെ ഏതൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നപ്പോൾ കുറേ പെണ്ണുങ്ങളും മോശമായ ഡ്രസ്സുകളിട്ട് കൊണ്ട് ഡാൻസ് ചെയ്തതായിട്ട്. ഏതായാലും അവർ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയാലല്ലേ നമ്മളെ കയറിയത്.